ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന ജോസ്. ഗ്ലോബൽ സൌത്ത് രാഷ്ട്രങ്ങൾ ഒരേ ശബ്ദത്തിൽ ഒരുമിച്ച് നിൽക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്നാമത് വോയിസ് ഓഫ് ഗ്ലോബൽ സൌത്ത് ഉച്ചകോടിയെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്തുമായി സഹകരിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പ്രധാനമന്ത്രി വ്യക്തമാക്കി. വ്യാപാരം, സമഗ്ര വികസനം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പുരോഗതി, സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. മൂന്നാമത് വോയിസ് ഓഫ് ഗ്ലോബൽ സൌത്ത് ഉച്ചകോടിക്ക് ഇന്ത്യയാണ് ആതിഥ്യമരുളുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കമ്മിറ്റി രൂപീകരിക്കുമെന്നും സംസ്ഥാന സർക്കാരുകൾക്ക് ഉൾപ്പെടെ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ റെസിഡന്റ് ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 26 സംസ്ഥാനങ്ങൾ അതത് സംസ്ഥാനങ്ങളിലെ ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിനായി ഇതിനകം നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഡെങ്കിപ്പനി, മലേറിയ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡ്യൂട്ടിയിൽ തിരികെ പ്രവേശിക്കണമെന്നും കേന്ദ്രം ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടു. പശ്ചിമബംഗാൾ സർക്കാർ നിയന്ത്രണത്തിലുള്ള കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ റെസിഡന്റ് ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ രാജ്യവ്യാപക പണിമുടക്ക് തുടരുന്നു. സമരാഹ്വാനത്തെ തുടർന്ന് പൊതു സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കൂടുതൽ ഡോക്ടർമാർ പ്രതിഷേധത്തിൽ ചേർന്നു. അടിയന്തര സേവനം ഒഴികെയുള്ളവ പിൻവലിച്ചാണ് പണിമുടക്ക്. അത്യാഹിത വിഭാഗങ്ങളിലെ സേവനം തുടരുന്നുണ്ട്. പൌരകേന്ദ്രീകൃതവും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടപ്പാക്കുന്ന ആധുനിക നീതിന്യായ വ്യവസ്ഥയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ. കേരള ഹൈക്കോടതിയിൽ ആർബിട്രേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. അതിവേഗവും കാര്യക്ഷമവുമായ നീതി നിർവഹണ വ്യവസ്ഥയ്ക്ക് രൂപം നൽകുന്നതിനാണ് സർക്കാർ പരിശ്രമിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ അടിസ്ഥാന കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർഷക ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയിലുണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ചും അത് മറികടക്കാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുമാകണം ഈ ഘട്ടത്തിൽ പ്രധാനമായും നാം ചർച്ച ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണെന്നും ഇതിൽ സർക്കാരിനോ സാംസ്കാരിക വകുപ്പിനോ പങ്കില്ലെന്നും മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ട് പുറത്തുവരണമെന്ന് തന്നെയാണ് സർക്കാർ ആവശ്യം. കോടതി പറയുന്നത് സർക്കാർ അനുസരിക്കും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കോടതി അനുവദിച്ച സമയത്തിനുള്ളിൽ റിപ്പോർട്ട് പുറത്തുവിടാത്ത പക്ഷം കോടതിയിൽ ചോദ്യം ചെയ്യാമെന്നും സജി ചെറിയാൻ ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കണ്ണൂർ പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയ്ക്ക് പദ്ധതി രേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ 8 ലക്ഷം രൂപ റെയിൽവേക്ക് അനുവദിച്ചതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ അടിപ്പാതയ്ക്കായി 6 കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. ജനങ്ങളുടെ പ്രധാന ആവശ്യം പരിഗണിച്ച് അടിപ്പാത വേഗത്തിൽ നടപ്പിലാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് M. വിജിൻ MLA പറഞ്ഞു. പാരീസ് പാരാലിമ്പിക്സ് 2024 ഉദ്ഘാടന ചടങ്ങിൽ ടോക്കിയോ പാരാലിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് സുനിൽ അന്തിലും ഷോട്ട്പുട്ട് താരം ഭാഗ്യശ്രീ ജാദവും ഇന്ത്യൻ പതാകയേന്തും. ഈ മാസം 28 മുതൽ സെപ്റ്റംബർ 8 വരെ നടക്കുന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നുള്ള 84 കായിക താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇതിൽ 47 പേർ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള മറ്റ് 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തീരവാസികൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നഷ്ടപ്പെട്ട വാഹനങ്ങളുടെ വിവരം മോട്ടോർ വാഹന വകുപ്പ് ശേഖരിക്കുന്നു. പൂർണ്ണമായി നഷ്ടപ്പെട്ട വാഹനങ്ങൾ, ഉപയോഗയോഗ്യമല്ലാത്ത വാഹനങ്ങൾ എന്നിവയുടെ വിവരങ്ങളാണ് ശേഖരിക്കുക. വാഹന രജിസ്ട്രേഷൻ നമ്പർ, ഉടമസ്ഥന്റെ പേര്, മറ്റു വിവരങ്ങൾ അറിയുന്നവർ കൽപ്പറ്റ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നേരിട്ടോ തപാൽ, ഫോൺ, ഇമെയിൽ എന്നിവ മുഖേനയോ അറിയിക്കണമെന്ന് RTO അറിയിച്ചു. സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ആശുപത്രികളുടെയും പാരാമെഡിക്കൽ സ്ഥാപനങ്ങളുടെയും രജിസ്ട്രേഷൻ പിഴ കൂടാതെ പുതുക്കുന്നതിനുള്ള സമയപരിധി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി മന്ത്രി MP രാജേഷ് അറിയിച്ചു. കൊച്ചി പാലാരിവട്ടത്തെ സ്വകാര്യ ക്ലിനിക്കുടമ തദ്ദേശ അദാലത്തിൽ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളുടെ ലൈസൻസ് പിഴ കൂടാതെ പുതുക്കുന്നതിനുള്ള കാലാവധി നേരത്തെ തന്നെ സെപ്റ്റംബർ 30 വരെയായി ദീർഘിപ്പിച്ചിരുന്നു. തെക്കൻ ലെബനിൽ ഇന്ന് പുലർച്ചെ ഒരു കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലെബനൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള ഇസ്രായേൽ ലക്ഷ്യമാക്കി റോക്കറ്റ് ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇസ്രായേലിന്റെ തിരിച്ചടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.